അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വആലി കുല്ലിൻ വസ്സഹാബത്തി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ സുന്നത്ത് ജമാഅത്തിൻ്റെ പഠിതാക്കളെ, ഇസ്തിഗാസ വിരോധികൾ സാധാരണക്കാരായ മുസ്ലിമീങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ഉന്നയിക്കാറുള്ള പ്രധാനപ്പെട്ട ഒരായത്താണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത്. ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് അഭൗതികമായ കാര്യങ്ങളിൽ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന ഒരു തെറ്റായ അർത്ഥം വെച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന അമ്പിയാക്കളോടും ഔലിയാക്കളോടും ഒക്കെ നടത്തുന്ന ഇസ്തിഗാസ ശിർക്കാണെന്നും അത് നടത്തുന്നവർ മുശ്രിക്കാണ് എന്നും അവരിന്ന് വരുത്തി തീർക്കുന്നു. സത്യത്തിൽ ഈ ആയത്തിൻ്റെ തഫ്സീറുകൾ മുഴുവനും നാം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അവർ ഈ അർത്ഥം വെച്ചത് തികച്ചും പൊള്ളയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉദാഹരണമായിട്ട് ചില തഫ്സീറുകൾ ഞാൻ പരിചയപ്പെടുത്താം. ആദ്യമായി ഇമാം സുയൂത്തി റഹിമഹുല്ലയുടെ അദ്ദുറുൽ മൻസൂർ എന്ന് പറയുന്ന ഒരു തഫ്സീറുണ്ട്. മഹാനവറുകൾ അതിൽ ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഉദ്ധരണി കൊടുക്കുന്നുണ്ട്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നിടത്ത് ഇയ്യാക നസ്തഈൻ എന്നതിന് കൊടുത്ത അർത്ഥം മഹാനവറുകൾ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. എന്താണത്? അലാ ത്വാഅതിക വ അലാ ഉമൂരിനാ കുല്ലിഹ. ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ നിന്നെ മാത്രം ഞങ്ങൾ സഹായിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിന്നെ അനുസരിക്കാനും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും വഅലാ ഉമൂരിനാ കുല്ലിഹ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ നിന്നോട് സഹായം തേടുന്നു എന്നാണ് അവിടെ അർത്ഥം വെക്കേണ്ടത് എന്നാണ് മഹാനവറുകൾ പറയുന്നത്. അഥവാ ഇവിടെ അഭൗതികമെന്നോ ഭൗതികമെന്നോ സാധാരണയെന്നോ അസാധാരണയെന്നോ മറഞ്ഞതെന്നോ തെളിഞ്ഞതെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ കാര്യങ്ങളിലും നിന്നോട് ഞങ്ങൾ സഹായം തേടുന്നു എന്നാണ് അവിടെ അർത്ഥം വെക്കേണ്ടത് എന്നാണ് പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മഹാനായ ഇമാം ബഗവി റഹിമഹുല്ല അവിടുത്തെ തഫ്സീറുൽ ബഗവിയിൽ കൊടുക്കുന്ന അർത്ഥം നത്ലുബു മിൻകൽ മഊനത അലാ ഇബാദതിക വ അലാ ജമീഇ ഉമൂരിനാ. ഞങ്ങൾ നിന്നോട് ഇബാദത്തെടുക്കാനും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ നിന്നോട് സഹായം തേടുന്നു എന്നാണ് മഹാനവറുകളും അർത്ഥം കൊടുത്തത്. ഇതേ ആശയം തന്നെ മഹാനായ ഇമാം തൊബരി റഹിമഹുല്ലയും അവിടുത്തെ തഫ്സീറിൽ കൊടുക്കുന്നത് കാണാം. അലാ ഇബാദത്തിനാ ഇയ്യാക വ ത്വാഅത്തിനാ ലക വഫീ ഉമൂരിനാ കുല്ലിഹ. ഞങ്ങളുടെ ആരാധന അത് ശരിയാക്കാൻ, അതുപോലെ നിന്നെ അനുസരിക്കാൻ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നിന്നോട് ഞങ്ങൾ സഹായം തേടുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം എന്നാണ് മഹാനവറുകളും പറയുന്നത്. അതുപോലെ തന്നെ ഇനി മറ്റൊരു തഫ്സീർ മഹാനായ ഇമാം സഅലബി റഹിമഹുല്ലയുടെ തഫ്സീറാണ്, തഫ്സീറു സഅലബി. അതിൽ മഹാനവറുകൾ കൊടുത്ത അർത്ഥവും ഇത് തന്നെയാണ്. മഅനാഹു നത്ലുബുൽ ഔന മിൻക ഫീ ജമീഇ ഉമൂരിനാ എന്നാണ് അർത്ഥം കൊടുത്തത്. ഇതേ ആശയം. അതോടൊപ്പം മഹാനവറുകൾ മറ്റൊരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. വഹാദാ കുല്ലുഹു തബറും മിനൽ അസ്നാം. ഈ ആയത്ത് വിഗ്രഹങ്ങളോടുള്ള ബന്ധം ഉപേക്ഷിക്കുന്നതിനുള്ള ഒരു പ്രഖ്യാപനം കൂടിയാണ് എന്നും മഹാനവറുകൾ ഇതിലൂടെ കൂടിച്ചേർക്കുന്നുണ്ട്. എന്തേ കാരണം? അന്ന് ബിംബങ്ങളെ ആരാധിച്ച് ആ ബിംബങ്ങളോട് സഹായാർത്ഥനകൾ നടത്തുന്ന ആളുകൾ ഉണ്ടായിരുന്നില്ലേ? അവരോട് കൂടെയാണ് ഈ ആയത്ത് ഇയ്യാക നസ്തഈൻ. അവരെയല്ല നിങ്ങൾ ആരാധിക്കേണ്ടത്, പിന്നെയോ അവരോടല്ല നിങ്ങൾ സഹായം, ബിംബങ്ങളോടല്ല നിങ്ങൾ സഹായം തേടേണ്ടത്, പിന്നെയോ അള്ളാഹുവിനോടാണ് നിങ്ങൾ സഹായം തേടേണ്ടത് എന്ന രൂപത്തിൽ ബിംബങ്ങളോടുള്ള ബന്ധം ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് കൂടെയാണ് ഈ ആയത്തിൻ്റെ അർത്ഥം എന്നാണ് മഹാനവറുകൾ പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു വിശദീകരണമാണ് ലോകത്തുള്ള മുഴുവൻ മുഫസ്സിരീങ്ങളും ഈ ആയത്തിന് നൽകിയിട്ടുള്ളത്. ഈ തഫ്സീറുകളൊന്നും പഠിക്കാതെ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന് അഭൗതികമായ കാര്യങ്ങളിൽ മാത്രം, അല്ലെങ്കിൽ മറഞ്ഞ കാര്യങ്ങളിൽ മാത്രം, മനുഷ്യ കഴിവിനതീതമായ കാര്യങ്ങളിൽ മാത്രം
നിന്നോട് സഹായം തേടുന്നു എന്ന തെറ്റായ ഒരു അർത്ഥം കൊടുത്തുകൊണ്ട് മുസ്ലിം സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ ഇസ്തിഗാസ വിരോധികളുടെ ഈ ഒരു വാദം, ഈ ഒരു അർത്ഥം, അത് മുസ്ലിങ്ങൾക്കൊന്നും പരിചയമില്ലാത്തതാണ്, മുഫസ്സിരീങ്ങളൊന്നും പരിചയപ്പെടുത്താത്തതും കൂടെയാണ് എന്നും ഈ സമയത്ത് നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് കാലങ്ങളോളമായി മുസ്ലിങ്ങൾ അംഗീകരിച്ചു പോരുന്ന കാര്യങ്ങളെ തള്ളിക്കളയുന്നത് ശരിയല്ലെന്നും അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ ശരിയായി മനസ്സിലാക്കാനും സത്യപാതയിൽ ഉറച്ചു നിൽക്കാനും അള്ളാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യം സത്യമായി മനസ്സിലാക്കാനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ഔലിയാക്കന്മാരുടെയും മറ്റു മഹാന്മാരുടെയൊക്കെ സ്നേഹം നമുക്കൊക്കെ കിട്ടാനും അവരോടുള്ള സ്നേഹം നാം കാത്തു സൂക്ഷിക്കാനും അള്ളാഹു നമുക്ക് വലിയ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.